ആധ്യാത്മക സരണിയിൽ പ്രകാശജ്വലനം നടത്തിയ ബീവി നഫീസ റളിയല്ലാഹു അൻഹ സൂഫി പാതയിലെ ചക്രവർത്തിനിയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ പിതാവ് വഴി ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും മാതാവ് വഴി ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും നീളുന്നതാണ് നഫീസ റളിയല്ലാഹു അൻഹയുടെ കുടുംബം. നഫീസ റളിയല്ലാഹു അൻഹയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് സയ്യിദ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണറായി നിയമിതനാകുന്നത്. അങ്ങനെ നഫീസ റളിയല്ലാഹു അൻഹയും കുടുംബവും അദ്ദേഹത്തോടൊപ്പം മദീനയിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ബീവി തൻ്റെ ബാല്യകാലം ചിലവഴിച്ചത് വിശുദ്ധ മദീനയിലാണ്. ബീവിയുടെ ഇസ്ലാമിക വ്യക്തിത്വം രൂപീകരിക്കുന്നതിലും സ്വഭാവ സംസ്കരണത്തിലും മദീന ജീവിതം നിർണായക പങ്കുവഹിച്ചു. അന്ന് മസ്ജിദുൻ നബവി വിജ്ഞാനത്തിൻ്റെ വിളനിലമായിരുന്നു. നിരന്തരമായ ദർസുകളും പഠന ക്ലാസുകളും മദീനയെ വിജ്ഞാന കുതുകികളുടെ ആകർഷക കേന്ദ്രമാക്കി. വിശ്വവിഖ്യാത പണ്ഡിതനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭ പണ്ഡിത മഹത്തുക്കളാണ് അന്ന് പുണ്യമദീനയിലെ വിജ്ഞാന പഠന മനനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത്. 6-ാം വയസ്സിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഖുർആൻ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. 8 വയസ്സായപ്പോൾ ഖുർആൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കി. പിതാവ് ഹസൻ അൻവരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ബീവി ഖുർആനും ഹദീസും ആധ്യാത്മിക വിജ്ഞാനവും ധ്യാനവുമൊക്കെ നുകർന്നത്. പിതാവിനോടൊപ്പം സ്ഥിരമായി വിദ്യാസദസ്സുകളിൽ സംവദിക്കാനും ദർസുകളിൽ പങ്കെടുക്കാനും ബീവിക്ക് അവസരമുണ്ടായി. ആഡംബരത്തെയും പ്രകടനപരതയെയും വെറുത്തു. ജീവിത വിശുദ്ധിയും ലാളിത്യവും വിനയവും സദാ കാത്തുസൂക്ഷിച്ചു. ചെറുപ്പനാളിലെ അവരുടെ പാണ്ഡിത്യത്തിൻ്റെ മഹിമയും മഹാത്മ്യവും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചപ്പോൾ ആളുകൾ അവരെ നഫീസത്തുൽ ഇൽമ്, അറിവിൻ്റെ അമൂല്യരത്നം എന്ന് വിളിച്ചു. ബീവിക്ക് 16 വയസ്സായപ്പോൾ അഹ്ലുബൈത്തിൽപ്പെട്ട സൂഫിയും അഗാധ പാണ്ഡിത്യത്തിനുടമയുമായ ഇസ്ഹാഖ് അൽ മുഅ്തമിൻ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനെ ബീവിയെ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹാനന്തരം ബീവിയും ഭർത്താവും മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ പോയി. വിദൂരദേശങ്ങളിൽ നിന്ന് പോലും മഹദിയിൽ നിന്ന് അറിവ് കരസ്ഥമാക്കാനും ആധ്യാത്മിക വഴികൾ പരിശീലിക്കാനുമായി മഹാപണ്ഡിതന്മാർ വന്നെത്താൻ തുടങ്ങി. അങ്ങനെ മഹദിയെ തേടി വന്ന പ്രമുഖരാണ് വിശ്വപ്രസിദ്ധ പണ്ഡിതനും ഷാഫിഈ മദ്ഹബിൻ്റെ ഉപജ്ഞാതാവുമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും പ്രമുഖ സൂഫി ഗുരുവായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവും. മഹദി ഈജിപ്തിലെത്തി 5 വർഷം കഴിഞ്ഞ് ഹിജ്റ 198-ലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെത്തുന്നത്. മഹദിയിൽ നിന്ന് ഇമാം ഹദീസും ഫിഖ്ഹും പഠിച്ചു. ഇമാം മഹദിയുമായി സുദൃഢമായ ബന്ധം സ്ഥാപിച്ചു. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ രോഗം വരുമ്പോഴെല്ലാം മഹദിയോട് പ്രാർത്ഥിക്കാൻ പറയുകയും പ്രാർത്ഥനയിലൂടെ രോഗം സുഖപ്പെടുകയും ചെയ്തു. അവിടുന്ന് മരണപ്പെടാൻ കാരണമായ രോഗാവസ്ഥയിലും പ്രാർത്ഥിക്കാൻ പറയുകയുണ്ടായി. അവസാനം മഹദി പ്രാർത്ഥിച്ചത് ഇമാമിനെ നല്ല നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു ആഫിയത്ത് ചെയ്യട്ടെ എന്നായിരുന്നു. അതിൽ നിന്ന് തൻ്റെ മരണം ആസന്നമായെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു. 60 വയസ്സ് പൂർത്തിയായപ്പോൾ വീടിനുള്ളിൽ അവരൊരു ഖബർ കുഴിച്ചു. രാത്രി ആരാധനകളൊക്കെ പിന്നെ ആ ഖബറിനുള്ളിലായി. നിരന്തരമായ ആത്മസമരത്തിലായിരുന്നവർ. അല്ലാഹ് അല്ലാഹ് എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്ന നീ അല്ലാഹുവെ കണ്ടെത്താൻ എന്താണ് ചെയ്തത് എന്നവർ ചോദിക്കുമായിരുന്നു. വരണ്ടുണങ്ങിയ ഹൃദയങ്ങളിലേക്ക് ഒരു വേനൽ മഴ പോലെ ശാന്തമായിരുന്നു അവരുടെ ഉപദേശങ്ങൾ. മന്ദമാരുതൻ തഴുകി വരുന്നത് പോലെ അവരുടെ ഉപദേശങ്ങളിൽ ആത്മീയ സായുജ്യം നേടിയ പരശതം മനുഷ്യർ. ഒരു സൂഫി എന്തായിരിക്കണം എന്നവർ ജീവിച്ചു കാണിച്ചു തന്നു. അത്ഭുത സിദ്ധികൾ കാണിച്ചു ആളുകളെ മയക്കി അതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നില്ല അവർ. സാമ്പത്തികമായി ഉന്നത ശ്രേണിയിലായിരുന്ന ബീവി തൻ്റെ കയ്യിലുള്ള ധനം പാവങ്ങൾക്കും ഇൽമ് പഠിക്കുന്നവർക്കുമായി വിതരണം ചെയ്തു. ഷാഫിഈ ഇമാമിന് പോലും ഇൽമ് പഠിക്കാനുള്ള സഹായം ബീവി ചെയ്തിരുന്നതായി ചരിത്രങ്ങളിൽ കാണാം. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രബോധനത്തിനും സംസ്കരണത്തിനുമായി കറാമത്തുകൾ നൽകും. അതവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതുമാണ്. ഹിജ്റ 208 റമദാൻ 15 ബീവി ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പോൾ ബീവിക്ക് 63 വയസ്സായിരുന്നു പ്രായം. വീടിനകത്ത് സ്വയം നിർമ്മിച്ച ഖബറിൽ തന്നെയാണ് മഹദിയെ ഖബറടക്കം ചെയ്തത്. സൂഫി വനിതകളിൽ പ്രമുഖയും ആധ്യാത്മിക രംഗത്തെ മഹാവിസ്മയവുമായ സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയയുടെ അന്ത്യവിശ്രമ കേന്ദ്രം ഈജിപ്തിലെ പ്രധാന സന്ദർശക കേന്ദ്രമാണ്. വിജ്ഞാനം നേടുന്നതിനും ആത്മീയ ഉന്നതിയിലെത്തിച്ചേരാനും സ്ത്രീകൾക്ക് കഴിയുമെന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് മഹദിയുടെ ജീവിതം. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തിനാൽ അല്ലാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു മാപ്പാക്കട്ടെ. ആമീൻ.